ഗുഡ് മോർണിംഗ് ഫ്രം തിമോർ ലെസ്തെ. കിഴക്കൻ തിമോറിൽ നിന്നും സ്വാഗതം. നമ്മൾ ഇന്ന് കിഴക്കൻ തിമോറിൽ നിന്നും ഓസ്ട്രേലിയയിലെ ഡാർവിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ പോവാത്ത ഓസ്ട്രേലിയയുടെ നോർത്തേൺ ടെറിട്ടറിയിലാണ് ഡാർവിൻ വരുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു മണിക്കൂർ 10 മിനിറ്റ് വിമാനയാത്രയിൽ നമുക്ക് ഡാർവിൻ എത്താൻ സാധിക്കും. നമ്മളിപ്പോൾ ഉള്ള ഡാർവിൻ്റെ തൊട്ടടുത്താണ്. ഓസ്ട്രേലിയയുടെ തൊട്ടടുത്തുള്ള ഒരു രാജ്യമാണ്. എന്നാൽ ഏഷ്യൻ രാജ്യമാണ് തിമോർ ലെസ്തെ. ഓസ്ട്രേലിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഓസ്ട്രേലിയയുടെ തൊട്ടടുത്തുള്ള ഓസ്ട്രേലിയയ്ക്കും ഓഷ്യാനയ്ക്കും, അതായത് ഏഷ്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു രാജ്യമാണ് തിമോർ ലെസ്തെ. അവിടെയാണ് നമ്മളുള്ളത്. ദൈവത്തെ ഓർത്ത് ഞാൻ ഈ താമസിച്ച ഹോട്ടലിൽ ഇവിടെ വരുന്നവരാരും താമസിക്കരുത്. ദിസ് ഈസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. കൊള്ളാത്ത ഹോട്ടലായിരുന്നു. ആകെ കൊള്ളാതെ ഈ ഒരു പൂള് മാത്രമായിരുന്നു. ബാക്കിയൊന്നും നിങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് 10 കാശിനോടോ ഇല്ലായിരുന്നു. ഞാൻ വന്ന് പെട്ടുപോയതാണ്. എന്തായാലും ഞാൻ മാത്രമായിരുന്നു ഈ ഹോട്ടലിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് താമസിച്ചിരുന്ന ഏക ഗസ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഞാൻ വേറൊരാളെ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ. നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് 3:45 എനിക്ക് ഇവിടെ നിന്നുള്ള വിമാനം. ഇപ്പോൾ എനിക്ക് ഇവർ തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. $10 കൊടുത്ത് എനിക്കത് ടാക്സി പോകാം. സോ ലെറ്റ്സ് ഗോ ടു ഓസ്ട്രേലിയ, ഡാർവിൻ. യെസ്, ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഡാർവിൻ ആദ്യമായിട്ട് അടിപൊളിയായിരുന്നു. കടലും നല്ല സണ്ണി ഡേ. നമ്മൾ ഓസ്ട്രേലിയ പോകുമ്പോഴത്തേക്കിന് അവിടെ മഴയായിരിക്കും. ഇതാണ് വണ്ടി. പിന്നെ വണ്ടിയൊക്കെ കഴുകിയിട്ട് മാസങ്ങളായെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ തന്നെ ഇരിക്കുക, ഇനി മുമ്പിൽ പോയിട്ടില്ല. നൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ആൾക്കാരും നല്ല കുറേ എക്സ്പീരിയൻസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടി. ആ ഐലൻഡിൽ പോകാൻ പറ്റിയില്ല, അതാണ് ആകെയുള്ളൊരു മിസ്സിങ്. അവിടെ പോകണം. ഇതാണ് തിമോർ ലെസ്തെയിലെ ആ വിമാനത്താവളം. അതിന്റെ മുമ്പില് പാർക്കിംഗ് ഏരിയ. ഇത്രേ ഉള്ളൂ. ഈ കാണുന്നതാണ് ബിൽഡിങ്. ശരിക്കും ഇത്രയും ചെറിയൊരു രാജ്യത്തിന്റെ ഒരു വിമാനത്താവളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ രാജ്യ തലസ്ഥാനത്തുള്ള വിമാനത്താവളമാണിത്. ഈ കുഞ്ഞി ഷെഡ് പോലത്തെ സാധനം. ആൾക്കാരൊക്കെ മുമ്പ് ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. വരുന്ന ആൾക്കാരെയും പിന്നെ തിരിച്ച് യാത്ര അയക്കാനും ഒക്കെ വന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഭയങ്കര സാധാരണക്കാരുള്ള ഒരു ചെറിയൊരു രാജ്യം. ഇത് ATM സെന്റർ ഒക്കെ ഉണ്ട്. ATM സെന്റർ നമ്മളെപ്പോലൊക്കെ തന്നെയാണ്. ആൾക്കാർ യാത്ര അയപ്പിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ഈ ജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് ഇന്തോനേഷ്യയിലും പഠിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ബാലിക്ക് ഇവിടുന്ന് ആൾക്കാരൊക്കെ ബാലിയിലാണ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. എന്തല്ലേ ഒരു എയർപോർട്ട്. ഈ എയർപോർട്ടിലെ എൻട്രൻസ് നോക്കി എങ്ങനെ സെറ്റപ്പ് എന്നുള്ളത്. ഇതുപോലൊരു എയർപോർട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, ആദ്യമായിട്ടല്ല, കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും സംഭവങ്ങൾ ഇതുണ്ടല്ലേ. ഇവിടെ മൊത്തം കരിയലയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന കണ്ടില്ലേ. പിള്ളേരെ കൂടി കളിക്കുന്നത് പൂച്ചയും പട്ടിയും. ചെക്കിൻ ഏരിയ ആണ് ഈ കാണുന്നത്. ചെക്കിൻ ഏരിയ. ഇതാണ് നമ്മുടെ ചെക്കിൻ ഏരിയ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് പോകണം. I'm going to Darwin. Yeah. And then to Brisbane. Yeah. Check-in area ഉണ്ട് guys. നോക്ക്. You come from where? I'm coming from Bali to here. Okay. I came from Bali, yeah. No bag for checking? Yeah, I have one bag. Yes. So originally where you are? I'm from India. India. Yeah. India. Yeah, I live in India. ഈ കാണുന്നതാണ് ഇവിടുത്തെ എന്താ പറയുക ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറയുന്നത്. തൊട്ടപ്പുറയിൽ കാണുന്നതാണ് സെക്യൂരിറ്റി ഏരിയ. പിന്നെ 2 കൗണ്ടർ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന പോലെ തന്നെ സെക്യൂരിറ്റിയും കഴിഞ്ഞ് നമ്മൾ അകത്ത് വരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഒരു മാഗ്നറ്റ് വാങ്ങാൻ വേണ്ടി, ഹൗസ് തിമോർ എന്ന് പറയുന്നത് ഐ ആം തിമോർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊരു മാഗ്നറ്റ് വാങ്ങാൻ വേണ്ടി നിൽക്കുക അവിടെ. അവിടെ ഇങ്ങനെയാണ് സാധനങ്ങൾ വയ്ക്കുന്ന എയർപോർട്ടിനകത്ത്. കണ്ട ഇത്രേ ഉള്ളൂ ഗൈസ്. ചെറിയൊരു കുഞ്ഞി സ്ഥലം. ഞാൻ അവിടെ എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങാൻ കരുതി അവിടെ ആ കടയിൽ പോയി നോക്കിയപ്പോൾ അവിടെ വെള്ളമില്ല ഗൈസ്. പകരം കിട്ടി എന്താണെന്നറിയോ, ബിന്താങ് ബിയർ. വെള്ളമില്ലാത്ത എയർപോർട്ട്, വെള്ളം പോലും ഇല്ല, വെള്ളം തീർന്നു പോയി ഇന്ന്. അപ്പോൾ ഇതാണ് എയർപോർട്ടിലെ വെയിറ്റിംഗ് ഏരിയ. അടിപൊളിയല്ലേ. ഉള്ള എയർപോർട്ട് കുട്ടപ്പനായിട്ട് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് റീസെൻ്റ്ലി റിനോവേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. അറൈവൽ ഏരിയ എന്ന് പറയുന്ന കച്ചറയാണ്. ഇവിടെ മറ്റേ ലക്ഷദ്വീപിലൊക്കെ ആൾക്കാർ നമ്മൾ വിമാനം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനും ബാഗിൽ നിന്ന് മാനുവലി എടുത്തുകൊണ്ട് വന്ന് ഇറക്കി കൊടുക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുക, AC ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുക, ഇപ്പുറത്ത് ഇരിക്കാം. എൻ്റെ ഇവിടെ ഒരു സ്മോക്കേഴ്സ് ലോഞ്ചൊക്കെ ഉണ്ട്. സ്മോക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. ഇഷ്ടം പോലെ സിഗരറ്റ് വലിക്കുന്നവർക്ക് പോയി സിഗരറ്റ് വലിക്കാനുള്ള സ്ഥലം. സോ ഒരു കുഞ്ഞു സ്ഥലം, ബസ് സ്റ്റാൻഡ് പോലത്തെ എയർപോർട്ട്. പുറത്തുനിന്ന് ഭയങ്കര കാറ്റാണ്. ഈ രാജ്യത്ത് ഇന്ന് ആകെ വരുന്നത് 4 വിമാനങ്ങളാണ്. 4 വിമാനങ്ങൾ. സിറ്റി ലിങ്ക് എന്ന് പറഞ്ഞ ഇന്തോനേഷ്യയുടെ ഒരു വിമാനമാണ് സിറ്റി ലിങ്ക്. ഇത് ബാലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗരുഡ ഇന്തോനേഷ്യയുടെ ഒരു ബഡ്ജറ്റ് എയർലൈനാണ് സിറ്റി ലിങ്ക് ഇന്തോനേഷ്യ. അപ്പോൾ ഇത് വന്ന് അവിടെ കൊണ്ടൊക്കെ നിർത്തും, അത്രേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇറങ്ങി പോകണം ബസ്സിൽ. നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം ഇങ്ങനെയാണ്, കണ്ടില്ലേ. അടിപൊളിയല്ലേ. അതാ വരുന്നു നമുക്ക് പോകേണ്ട വിമാനം. ഇത് കോൺടാസ് ലിങ്ക് എന്നും പറഞ്ഞുകൊണ്ട്, കോൺടാസിൻ്റെയാണ് പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറെ. കോൺടാസ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കോൺടാസിൻ്റെ വിമാനം
ലോകത്തെ ആദ്യത്തെ വിമാന സർവീസുകൾ, അതായത് വിമാനം തുടങ്ങിയ വിമാന കമ്പനികളിൽ ആദ്യത്തെ വിമാന കമ്പനികളിൽ ഒന്നാണ് കോണ്ടസ് എന്ന് പറയുന്നത്. കിവീസിൻ്റെ നാട്ടിലേക്ക്, കങ്കാരുകളുടെ നാട്ടിലേക്ക്, കാങ്കരുകളുടെ നാട്ടിലേക്ക് അങ്ങനെ നമ്മൾ വീണ്ടും പോകാൻ വേണ്ടി പോകണം. ഈ കാണുന്ന കോണ്ടസ് വിമാന സർവീസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബോർഡിംഗ് തുടങ്ങിയിരിക്കുകയാണ്. വിമാനത്തിൽ കയറാൻ പോകുന്നു. ഇതാണ് നമ്മുടെ എയറോ ബ്രിഡ്ജ്. ഇടാ, ഇങ്ങനെയാണ് നമ്മൾ വിമാനത്തിലേക്ക് കയറുന്നത്. എന്താ അല്ലേ, സെറ്റപ്പ് അല്ലേ. ഇത് എംബ്രയർ 190 എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ നിർമ്മിത വിമാനമാണ് ഈ കാണുന്നത്. ഏകദേശം 18 വർഷം പഴക്കമുണ്ട് ഇതിന്. എംബ്രയർ 190 ബ്രസീൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന വിമാനങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലും കുറച്ച് വിമാനമൊക്കെ ഉണ്ട്. അവിടെ തിമോർ ലെസ്തെ വിമാനം കിടപ്പുണ്ട്, എയറോ ദിലി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇവരുടെ ബിസിനസ് ക്ലാസ്. അടിപൊളിയാണേ. 2x2 വിമാനമാണ് ഗൈസ്. 2x2. എൻ്റെ സീറ്റ് പുറകിലാണ്. 21F. ഇറ്റ്സ് അറ്റ് എ ബാക്ക്. ഇത് കിട്ടില്ല ഫ്ലൈറ്റ് ആട്ടോ. ഇത് അടിപൊളി സീറ്റും നല്ല കിട്ടിലും സീറ്റ്. നമ്മുടെ സാധാരണ ഇൻഡിഗോയിൽ കാണുന്ന ഇൻഡിഗോയുടെ സീറ്റിനെക്കാട്ടി അടിപൊളി സീറ്റ് നോക്കി. നല്ല, ഇത് ശരിക്കും ബിസിനസ് ക്ലാസ് സീറ്റ് പോലെ ഉണ്ട്. ഇത് കാണാനും ഇരിക്കാനും എന്ത് സുഖമാണെന്നറിയാം ഇരിക്കാൻ. പിന്നെ കോൺഗ്രസിൻ്റെ ഫ്ലൈറ്റ് അല്ലേ. പിന്നെ ഈ ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ലെഗ് സപ്പോർട്ടൊക്കെ അടിപൊളിയാണ്. നല്ല നല്ല വിട്ടുണ്ട്, ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ ഇത് റീജിയണൽ ജെറ്റുകളാണ്. അതായത് ഒരു 4000-3000 കിലോമീറ്റർ വരെയുള്ള ദൂരം മാത്രമേ ഈ ഒരു വിമാനം പോവുള്ളൂ. അതിൽ കൂടുതലുള്ള ദൂരമൊന്നും പോകത്തില്ല. ഇത് കൊള്ളാം കേട്ടോ. നല്ല കിടിലൻ എയർക്രാഫ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മാഗസിൻ ഉണ്ട് കേട്ടോ, മാഗസിൻ, കോൺഗ്രസിൻ്റെ മാഗസിൻ. അപ്പോൾ നമ്മൾ നോർത്തേൺ ടെറിട്ടറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. കക്കാട് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞുള്ള ഒരു നാഷണൽ പാർക്കിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന പകുതിയും പിന്നെ മരുഭൂമി പോലെ നടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. റൂറൽ, ഇതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. റൂറൽ ഓസ്ട്രേലിയ കാണുക എന്നുള്ളതാണ്. ഗുഡ് ബൈ തിമോർ ലെസ്തെ. അടിപൊളി ഒരു രാജ്യമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറേ നല്ല അനുഭവങ്ങൾ ഇവിടുന്ന് കിട്ടി. ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ, അത്രേ ഉള്ളൂ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത്. ഇതിൽ ആ കാണുന്നൊരു ചെറിയ സ്ഥലം, അതിൻ്റെ അറ്റത്ത് ആയിട്ട് ഇവരുടെ ചെറിയ എയർപോർട്ട്. ഓസ്ട്രേലിയൻ വിമാനങ്ങളിൽ ഇതുപോലൊരു സാധനം തരും. ഇത് കൃത്യമായിട്ട് സത്യസന്ധതയോടുകൂടി ഫില്ല് ചെയ്തില്ലെങ്കിൽ നവ്യനായർക്ക് സംഭവിച്ച പോലെ സംഭവിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പല കാര്യങ്ങളും അവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക. ഉണ്ടെങ്കിൽ അതൊക്കെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത് ഇപ്പോഴും ഡിജിറ്റലാക്കിയിട്ടില്ല. നമ്മൾ ഇന്ത്യയൊക്കെ ഡിജിറ്റലാക്കി, ഇവരിപ്പോഴും ഡിജിറ്റലാക്കിയിട്ടില്ല. ഉണ്ടാക്കുമായിരിക്കും, നോക്കാം. വൈനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഞാനതൊന്നും വാങ്ങിച്ചില്ല. ഞാനൊരു സ്പാർക്ലിംഗ് വാട്ടറും പിന്നെ ഇത് അതിൻ്റെ കൂടെ തന്നൊരു സ്നാക്സും. വിമാനത്തിൽ പകുതി ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ബാക്കിലത്തെ സീറ്റൊക്കെ കാലിയാണ്. മൊത്തത്തിൽ പെടുമെന്ന ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഫുള്ള് ക്ലൗഡിയാണ്, മഴയാണെന്ന് തോന്നുന്നു. ഞാൻ വന്ന സമയം റോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഡാർവിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടർബുലൻസാണ്, മഴയുണ്ട് പുറത്ത്, മേഘങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ കുടുകുടു എന്ന് പറഞ്ഞ് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. എന്താവുന്നറിയില്ല, എല്ലാവരും പേടിച്ചിരിക്കുക. മഴയാണ് ഗൈസ്, മഴയോട് മഴ. അങ്ങനെ നമ്മളെത്തി ഡാർവിൻ. ഇതൊരു ചെറിയ എയർപോർട്ടാണ്, അധികം ഫ്ലൈറ്റ്സ് ഒന്നുമില്ല. ഇവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈ ചെയ്യുന്നതിന് ലാഭം ഇവിടുന്ന് കോലാലംപൂരും ബാലിയൊക്കെ ഫ്ലൈ ചെയ്യുന്നതാണ്. കാരണം അതാണ് റേറ്റ് കുറവ്. ഓസ്ട്രേലിയക്കുള്ളിൽ ഡൊമസ്റ്റിക് ഫ്ലൈയിങ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടുന്ന് ഡെയിലി ബാലി ഫ്ലൈറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒന്നരോട്ടുള്ള ദിവസങ്ങളിൽ കോലാലംപൂരും സിംഗപ്പൂരും ഉണ്ട്. അപ്പോൾ വെൽക്കം അഗെയിൻ ടു ഓസ്ട്രേലിയ. ഇത് കൊള്ളാമല്ലേ, ഈ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്ന സംഭവം. അതിനകത്തൊന്നും ആരും ഇല്ലായിരുന്നു. ഇനി ഇവിടുത്തെ ഇമിഗ്രേഷനും പിന്നെ ഇമിഗ്രേഷനെക്കാട്ടി കൂടുതൽ ടൈം എടുക്കുന്നത് മറ്റേ ബയോസെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിനകത്ത്. അപ്പോൾ വെൽക്കം ടു ഡാർവിൻ ഗൈസ്. അങ്ങനെ ഡാർവിനിൽ ഈ കാണുന്ന മഞ്ഞ വാതിലിലൂടെ ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്നത് ഇതാണ് ഒരു ചെറിയ കുഞ്ഞ് എയർപോർട്ട്. അപ്പോൾ ഇവിടെ കുറേ കാർ റെൻ്റൽസിൻ്റെ ഓഫീസുകളുണ്ട്. അപ്പോൾ ഞാൻ ബഡ്ജറ്റ് കാറിൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വണ്ടി കിട്ടും. എയർപോർട്ടിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. എയർപോർട്ടിൽ നിന്ന് പുറത്ത് പോയി എടുക്കുമ്പോഴാണ് റേറ്റ് കുറവ്. പക്ഷേ നമ്മുടെ കൺവീനിയൻസിന് നമുക്ക് എയർപോർട്ടിൽ നിന്ന് എടുക്കുന്നതാണ് ലാഭം. സോ ഇതാണ് എയർപോർട്ട്, ചെറിയ കുഞ്ഞ് എയർപോർട്ട് കണ്ടില്ലേ, നൈസല്ലേ. ചെറിയ എയർപോർട്ട്, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ എയർപോർട്ട്. യെസ്, അങ്ങനെ ഞാനിവിടെ എൻ്റെ എയർപോർട്ടിന് പുറത്തിറങ്ങി വന്നു, വണ്ടി കളക്ട് ചെയ്തു. ഒരു ഒറ്റ മനുഷ്യനുള്ളത്
എയർപോർട്ടാണ് അത്ര, എയർപോർട്ട്, ഒരു മനുഷ്യനില്ലാത്ത എയർപോർട്ട്. എൻ്റെ ദൈവമേ. അങ്ങനെ ഓസ്ട്രേലിയയിലെ ഡാർവിൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നിറങ്ങിയിരിക്കുന്നത്. ഞാനിവിടേക്ക് വരാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ വന്നിട്ടില്ല, ഈ ഭാഗം നോർത്തേൺ ടെറിട്ടറി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യണം, പിന്നെ ഗ്രാമങ്ങൾ പോകണം, കാണണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് മെയിൻ സംഭവം. കൊള്ളാമല്ലോ. ഇതൊക്കെ എന്താണോ എന്താ പറയുക, ഇവരുടെയൊക്കെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ യൂബറൊക്കെ ഉണ്ട്, നമുക്ക് യൂബറൊക്കെ ബുക്ക് ചെയ്യാം, വരുമായിരിക്കും വണ്ടിയൊക്കെ. അപ്പോൾ നമ്മളിവിടെ ബഡ്ജറ്റ് കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്, ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട്, അവിടെ പോയിട്ട് വണ്ടി കളക്ട് ചെയ്യുക, പോവുക. ഞാനിവിടെ 3 ദിവസത്തേക്ക് വണ്ടി എടുത്തിരിക്കുന്നത് ഫുൾ ഇൻഷുറൻസ് അടക്കം 25,000 രൂപ. 3 ദിവസത്തേക്ക് 25,000 രൂപയാണ്, ചുമ്മാ ചെറിയല്ല. അതിൽ 600 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ, അതിൽ ലിമിറ്റുണ്ട്. 600 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റും കൂടെ അവർ തന്നിട്ടുണ്ട്. കാരണം വലിയ രാജ്യമാണല്ലോ, അപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ ഓടിക്കുമല്ലോ, അത് തന്നെ റീസൺ. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തത് ഏതോ ഒരു വണ്ടിയായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് 96. ഓ വാവ്, ഇത് അത്യാവശ്യം നല്ല വണ്ടിയാണല്ലോ. ഇത് ഏത് വണ്ടിയത്? ടൊയോട്ട NT എന്ന് പറയുന്നത്, നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു പ്രൊവിൻസിൻ്റെ പേരാണ്. ഇത് ഏതാ വണ്ടി? ഇത് RAV4 ആയിരുന്നു ഇത്. നൈസ് മാൻ, ടൊയോട്ട RAV4 കൊള്ളാം. എല്ലാം വെള്ള വണ്ടികളാണ്. ചെറിയ വണ്ടികളൊക്കെയാണ് റേറ്റ് ഇനിയും കുറവാണ്. ഇത് ഇൻഷുറൻസ് ആണ് ഇതിൻ്റെ പകുതി പൈസ. 25,000 രൂപയ്ക്ക് ഇതിൻ്റെ എന്താ പറയുക 15,000 രൂപ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. അത്രയും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏകദേശം 12,000 രൂപ ആവുള്ളൂ. പക്ഷേ അന്നേരം നമുക്ക് എന്താണ്, ഒന്നും കവേർഡായിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇൻഷുറൻസ് ഒക്കെ കവേർഡായിരിക്കും. നമുക്ക് വണ്ടിയിൽ സ്ക്രാച്ചസ്, ബാക്കിയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വള്ളിയും കുള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പറയാൻ തൂങ്ങേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്കും ഒന്നും അറിയണ്ടല്ലോ, ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്താലും സ്ട്രെസ് ഫ്രീ ആണ്. വേറെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് എന്താ പറയുക പോയിട്ട് വരാം, തിരിച്ച് വണ്ടി കൊണ്ടിട്ടാൽ മതി. പിന്നെ എക്സ്ട്രാ വണ്ടി ഓടിക്കുന്നതിന് 1 കിലോമീറ്ററിന് 33 സെൻസ് ഇൻക്ലൂഡിങ് ടാക്സ് ഇവർ ചാർജ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20-22 രൂപ വരും. ലെറ്റ്സ് ഗോ, പോവല്ലേ. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് എത്ര 21,000 കിലോമീറ്റേഴ്സ് ഓടിയ ഒരു വണ്ടിയാണ്. 21,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ട്, അതൊക്കെ കണക്ട് ചെയ്ത് ഫോൺ അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് ഗോ. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബേസ് വേരിയൻ്റ് ഒന്നും അല്ലാന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് വണ്ടി കിട്ടി. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നറിയില്ല. എന്തായാലും ലെറ്റ്സ് ഗോ. മഴയാണ് ഗൈസ്, മഴ. 315 കിലോമീറ്റർ ഉണ്ട് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് ദൈവമേ, ഈ മഴയത്ത് വേണം ഞാൻ ഇത്രയും ദൂരം ആക്ച്വലി ഓടിച്ചു പോകാനായിട്ട്. ഇത് എവിടെയാണ് പേ ഇടേണ്ടത്? പ്ലീസ് ഇൻസേർട്ട് ടിക്കറ്റ് ഓർ സ്കാൻ പാസ്. തുറക്കൂ സൂസേ. യെസ്, കം ഓൺ ഗൈസ്, സോ ലെറ്റ്സ് ഗോ. അപ്പോൾ സമയം ഇപ്പം വൈകിട്ട് ഇവിടുത്തെ 6:15. ഞാൻ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് രാത്രി 9:30 ആകുമ്പോൾ എത്തുമെന്നാണ്. ഈ മഴയത്ത് ഐ എം നോട്ട് ഷുവർ ഞാൻ ആ സമയത്ത് എത്തുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ലെറ്റ്സ് ഗോ. എന്നോട് വണ്ടി എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഫ്ലഡ് വാർണിംഗ് ഉണ്ട് പല സ്ഥലത്തും, ഇവിടത്തേനെക്കാട്ടി മഴയാണ് അവിടെ. സോ ഫ്ലഡൊക്കെ ഉണ്ടാവും. ഫ്ലഡ് നിൻ്റെ ഇൻഷുറൻസിൽ കവേർഡല്ല, അതൊരു ഇൻഷുറൻസിലും കവേർഡല്ല. സോ ശ്രദ്ധിക്കുക, ഫ്ലഡ് എന്തെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം നിനക്കായിരിക്കും എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലെറ്റ്സ് ഗോ. കിടിലം വണ്ടി കേട്ടോ ഇത്. അടിപൊളി പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് വല്ല കിടിലം വണ്ടി തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടി അടിപൊളിയാണ്, നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഇമിഗ്രേഷൻ അതേപോലെ തന്നെ കസ്റ്റംസ് ഫോർമാലിറ്റീസിനെ പറ്റി പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ നമ്മൾ നേരെ ഇമിഗ്രേഷനിൽ പോകുന്നു. ഇവിടെ ഇപ്പം ഞാൻ 4ാമത്തെ 5ാമത്തെ തവണ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇമിഗ്രേഷനിൽ ചെന്നപ്പോഴത്തേക്കിനും ഇരിക്കുന്നു തലപ്പാവൊക്കെ വെച്ചിട്ട് ഒരു പഞ്ചാബി നെഞ്ചത്ത് പേര് വെച്ചിട്ടുണ്ട്, ഗുൽപ്രീത് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇവിടെ ഗേറ്റ് പോലത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മെഷീൻ ഉണ്ട്. ശരിക്കും നമ്മൾ ആ മെഷീനിൽ പോയിട്ട് പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മളുടെ ഫേസ് അവർ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവിടെ ചെന്നിട്ട് അത് വർക്ക് ചെയ്യില്ല, എന്തോ എൻ്റെ വർക്ക് ചെയ്തില്ല. അപ്പോൾ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നേരെ അവിടെ പോയി, ആരുമില്ല, തിരക്കൊട്ടുമില്ല. അവിടെ പോയി പുള്ളി എടുത്തുകൊണ്ട് പാസ്പോർട്ട് കൊടുത്തു. അപ്പോൾ പുള്ളി ജസ്റ്റ് വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ. ലൈക്ക് എന്താ പറയുക, എന്നോട് എന്താ ചോദിച്ചാൽ എന്നോട് വാട്ട്സ് യുവർ പ്ലാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വണ്ടി എടുത്ത് ഐ എം ഗോയിങ് ടു കാതറിൻ, ദെൻ ഐ എം കമ്മിങ് ബാക്ക് ആഫ്റ്റർ 2-3 ഡേയ്സ്. പിന്നെ ഞാൻ ഇതാണ് ബ്രിസ്ബെയിൻ പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല. ബ്രിസ്ബെയിൻ വരെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫിജിയാണ് പോകേണ്ടത്. ഞാനൊരു 10-ാം തീയതി 15-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും ഫിജി പോകാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു. ഫൈൻ, ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ വാട്ട് യു ഡൂയിങ്, നീ എന്താ ചെയ്യുന്നത്? അറിയാം, ഒരു പ്ലാൻ ഇല്ലാതെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു യൂട്യൂബറാണ്, സോ ഐ ട്രാവൽ ആൻഡ് ഐ മേക്ക് വീഡിയോസ്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ടെക് ട്രാവൽ ചെയ്തിട്ടുണ്ടാന്ന് പറഞ്ഞു. ഫൈൻ, ഇറ്റ്സ് ഓക്കെ. വെൽക്കം ടു ഓസ്ട്രേലിയ. ഒരു ഗുൽപ്രീത് സിംഗ് ആണ് എനിക്ക് വെൽക്കം ടു ഓസ്ട്രേലിയ പറഞ്ഞ് വിട്ടത്. അതായത് നമ്മൾ പുറത്തേക്ക് പോകും. ശരിക്കും അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും
നിങ്ങൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവുക, നിങ്ങൾ എന്താ ചെയ്യുന്നത്, എവിടെയാണ് പോകാൻ പോകുന്നത് എന്നൊക്കെ വ്യക്തമായിട്ടുള്ള പ്ലാനുകൾ കയ്യിലുണ്ടാവുക. അങ്ങനെ കുറേ സംഭവങ്ങൾ അവർ ചോദിക്കുകയാണെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടില്ലാതെ ഉത്തരങ്ങൾ പറയുകയല്ല. പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് നമ്മൾ വേറെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ബയോസെക്യൂരിറ്റി സ്ക്രീനിങ് ആണ്. അപ്പോൾ നമ്മൾ ആ ഡിക്ലറേഷൻ ഫോമും പാസ്പോർട്ടും കൂടെ അവരുടെ കൊടുക്കണം. അപ്പോൾ അവർ നമ്മുടെ ബാഗ് എടുത്ത് സ്കാൻ ചെയ്ത് നോക്കുന്നു, പൊക്കോളം പറയുന്നു. ചില ആൾക്കാർ അവർ ബാഗൊക്കെ തുറന്ന് പരിശോധിക്കുന്നുണ്ട്, ബാഗ് തുറന്ന് നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് കാണിക്കുക, അത്രേ ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ല, സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇമിഗ്രേഷനും കസ്റ്റംസും. ഓസ്ട്രേലിയ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ അല്ല ശ്രദ്ധിക്കേണ്ടത്, കസ്റ്റംസ് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആണ്, ശ്രദ്ധിക്കുക. നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും സിഗരറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിലും അതിൻ്റെ കൃത്യമായ ലിമിറ്റുകൾ ഉണ്ട്. ആ ലിമിറ്റുകളിൽ കൂടുതൽ ആണെങ്കിൽ കൊണ്ടുവരാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വെജിറ്റബിൾസും റൈസ് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഫുഡ് ഐറ്റംസ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടിരിക്കുക. കൊണ്ടതിനോട് ഡിക്ലെയർ ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് വിശക്കുന്നു, മാത്രമല്ല കഴിച്ചിട്ടില്ല. അപ്പം പിന്നെ ഇവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പം മക്ഡൊണാൾഡ്സിൻ്റെ ഡ്രൈവ് ത്രൂവിൽ കയറിയിട്ട് എങ്ങനെ പരിപാടി നോക്കാം. ഡ്രൈവ് ത്രൂവിൽ കയറിയിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യാം, മഴയാണ്. ഈ മഴയത്ത് ഇവിടെ എങ്ങനെയാണ് ഇവർ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ എങ്ങനെ പരിപാടി എന്നുള്ളത്. Can I get 6-piece chicken nuggets meals? Medium will do. Can I get water instead of Coke? Like any water instead of the Coke? Yeah, water. Yeah. എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഇവരുടെ ആക്സെന്റ് ഒരു രക്ഷയില്ല. ഇവരുടെ ആക്സെന്റ് ഭയങ്കര പാടെന്നല്ല പറയുന്നത്, ലൈക്ക് നമുക്ക് മനസ്സിലാവാൻ ഭയങ്കര പാടാണ് ഈ ഓസീസിന്റെ ആക്സെന്റ്. താങ്ക് യു. നമ്മളിവിടെ പേയ്മെന്റ് ചെയ്യുന്നു, ഈ അടുത്ത സ്ഥലത്ത് പോയിട്ട് കളക്ട് ചെയ്യുന്നു. സിമ്പിൾ പരിപാടി കേട്ടോ. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഡ്രൈവറെ. ഓ ഇവിടെ നല്ല കണക്ട് ചെയ്യുന്നത്. ഓ യാ, താങ്ക് യു. Thank you. Yeah. Have you got some tissue papers, napkins? Tissue paper, napkins. Tissue paper. Napkins. There are tissue napkins. Yeah. Thank you. Yeah. What do you call for this? What do you say for this? Napkins. Yeah. Okay. Yeah. Thank you. ഇവിടെ ഈ നാട്ടിലെ നാപ്കിൻസ് എന്നാണ്, നമ്മൾ ടിഷ്യൂ എന്നല്ലേ പറയുന്നത്, ഇവിടെ നാപ്കിൻസ് എന്നാണ് പറയുന്നത്. അത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതാ ടിഷ്യൂ ആണോ നാപ്കിൻ ആണോ എന്നാണ് ചോദിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ. ഈ ഭാരത്ത് വീണ്ടും മഴയത്തെ യുദ്ധം. ഞാൻ എന്തിനാ ഇവിടെയൊക്കെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഴ കാണാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ന്യൂനമർദ്ദമോ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടാണെന്ന് തോന്നുന്നു മഴ. ശരിക്കും യൂഷ്വലി ഒക്ടോബർ മുതൽ മെയ് വരെ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളൊക്കെ ഒരു വെറ്റ് സീസൺ ആണ്. അപ്പോൾ നമുക്ക് തിമോർ ലെസ്തെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് ആകെ ഒരു ഫ്ലൈറ്റ് ഓസ്ട്രേലിയക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കുള്ളത് ഡാർവിനാണ്. അപ്പോൾ പിന്നെ ഡാർവിൻ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം എന്നാണ് വിചാരിച്ചത്. നമ്മളിന്ന് രാവിലെ തിമോറിൽ കണ്ടതല്ലേ, നല്ല വെയിലും നല്ല ക്ലിയർ സ്കൈയും കാറ്റും ഒക്കെ ആയിട്ട്. തൊട്ടിപ്പുറത്ത് ഒരു കിലോമീറ്റർ, ജസ്റ്റ് ഒരു 400-500 കിലോമീറ്റർ ദൂരം മാത്രം ഫ്ലൈ ചെയ്ത് നമ്മളിപ്പുറത്തേക്ക് വന്ന് ഈ രാജ്യത്തേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ അവസ്ഥ നോക്കിക്കുക എന്താണെന്നുള്ളത്. എന്തല്ലേ, ഒരു ഭയങ്കര വ്യത്യാസമേ. നിങ്ങൾ ഇത്രയും വലിയ ട്രെയിലർ കണ്ടിട്ടുണ്ടോ? നോക്കിയേ, എൻ്റെ ദൈവം, ഒരു 3 കണ്ടെയ്നർ ട്രക്ക് പോകുന്ന പോലത്തെ ഒരു ട്രെയിലർ. ഇതെന്തുവാണ് ഇത്? ഒരു ട്രെയിൻ ഓടുന്ന പോലെയാണല്ലോ റോഡിലൂടെ ഈ സാധനം പോകുന്നത്. ഇത് ഒരെണ്ണത്തിനെ ഓവർടേക്ക് ചെയ്യണേ തന്നെ എന്നാ പാടാ. ഇവിടെ മുമ്പിൽ ഒരുത്തിന് നടക്കണം ഡാൻസ് കളിക്കുന്നത്, ഓവർടേക്ക് ചെയ്യാതെ കയറിപ്പെടാം. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വണ്ടി റോഡിലൂടെ പോകുന്ന കാണുന്നത്. അയ്യോ, അത് ഒരു ഇതുമില്ല, ഒരു കുന്തവും ഇല്ല, ഒന്നുമില്ലാതെ. നോക്കി, ഇതിന് എൻ്റെ മുമ്പിൽ ഒരുത്തൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അവൻ എന്നെ ഓവർടേക്ക് ചെയ്യാത്തത്. ചേടാ, എന്ത് കഷ്ടമാണെന്ന് നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഫ്ലഡ് വാണിങ്, പിന്നെ അതേപോലെ തന്നെ റിവർ റൈസിങ്, അതായത് റിവറിലെ വെള്ളം പൊങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഡിൻ്റെ സൈഡിലൊക്കെ പല വാണിങ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കൈസ് ഞാൻ അവനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓ, ഈ ഒരൊറ്റ ട്രക്കാണ് ആ 3 സാധനം കൊണ്ടുപോകുന്നത്. കണ്ടോ നോക്കിയേ. പക്ഷെ എൻ്റെ ദൈവമേ, സമ്മതിക്കണം കേട്ടാ, എന്തൊക്കെ പരിപാടികളാണ് നോക്കി. ഇത്ര പിന്നെ വിജനമായിട്ട് ഇങ്ങനെ കിടക്കുമല്ല റോഡ്. 300 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോകാനൊക്കെ എഴുതിയിരിക്കുന്നത്. 110 km/h സ്പീഡാണ് ഇവിടുത്തെ നോർത്തേൺ ടെറിട്ടറിയിലെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയിലെ പറഞ്ഞ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഉള്ള പോലെ തന്നെ ഇവിടെയും എന്തൊക്കെയോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ ഇത് റോഡ് ട്രിപ്പ് അടിക്കണം അല്ലേ, എന്നാലേ അതിൻ്റെ ഒരു ശരിക്കും ഒരു വൈബ് കിട്ടുള്ളൂ. അത് ഒറ്റയ്ക്കല്ല, അതൊരു ക്യാമ്പർ വാനൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ഒരു മോട്ടോർ ഹോം ഒക്കെ എടുത്തിട്ട് ആ ഒരു രീതിയിൽ. അത്ര വലിയ രാജ്യമല്ലേ. ഡൊമസ്റ്റിക് ഫ്ലൈങ് തന്നെ പുറത്തുനിന്ന് മെൽബൺ വരെ അല്ലെങ്കിൽ സിഡ്നി വരെ പോകണമെങ്കിൽ എത്ര മണിക്കൂറാണ് ഡൊമസ്റ്റിക് ഫ്ലൈ ആണെങ്കിൽ. വലിയ രാജ്യമല്ലേ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. സോ ഒരു ശരിക്കും ഒരു, പിന്നെ പല സ്ഥലത്ത് ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാനായിട്ട് ലൈക്ക്
ട്രെയിനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ എന്തോ വേറെ ഖാൻ റെയിൽവേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ടൂറിസ്റ്റ് ട്രെയിനൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മുടെ മറ്റേ ഗോൾഡൻ ചാരിയറ്റ് ഒക്കെ പോലത്തെ സംഭവമാണ്. പിന്നെ ഉള്ളത് ബസ്സുകളാണ്, കോച്ചസ്. അത് ലൈക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ബസ്സസേ ഉള്ളൂ. കാരണം റോഡിൽ പോലും പകുതിയിലധികം റോഡ് കാലി, ആൾ പോലും ഇല്ല. പിന്നെ എങ്ങനെ കിടക്കാൻ എന്തൊരു സ്ഥലമാണെന്നറിയോ, ഇവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കുതിര ക്രോസിംഗ്, കങ്കാരു ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും ബോർഡ് കാണാം. 130 കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. പൊളിക്കാം. അതായത് സിംഗിൾ ലൈനാണ് 130 കിലോമീറ്ററും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ട്രാഫിക് തീരെ ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ അത്ര സ്പീഡ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനേ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മാറിയപ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ 130 കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഫുള്ള് കാട് അപ്പുറത്തും അപ്പുറത്തും. ഒരു തരി നെറ്റ്വർക്ക് ഇല്ല കേട്ടോ, ഒരു തരി നെറ്റ്വർക്ക്. നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവാം. ഇടയ്ക്ക് ഒരു പിറ്റ് സ്റ്റോപ്പ് ഏരിയ വന്നിരുന്നു. പിന്നെ ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ട്രക്കുകൾക്കൊക്കെ നിർത്തിയിടാനുള്ള സ്ഥലമൊക്കെ വരാറുണ്ട്. പിന്നെ ഓവർടേക്കിംഗ് ലെയിൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവമുണ്ട് ഇവിടെ. സിംഗിൾ ലൈൻ ആണല്ലോ, അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലൈൻ വരുന്നത് അടുത്ത 5 കിലോമീറ്റർ കഴിഞ്ഞിട്ടും 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെയാണ്. പിന്നെ ചെറിയ ചെറിയ പോട്ട് ഹോൾസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കാണാം. മൊത്തം കാട് പോലത്തെ സ്ഥലം. തൊട്ടിപ്പുറത്തൂടെ റെയിൽവേ ലൈനും പോകുന്നുണ്ട്. പക്ഷേ പാസഞ്ചേഴ്സ് ആളുകൾ കുറവായതുകൊണ്ട് പാസഞ്ചർ ട്രെയിൻ ഒന്നും ഓടിക്കുന്നില്ല. മുമ്പിൽ എന്തോ പോലീസിന്റെ വണ്ടി ഉണ്ടല്ലോ. ചെക്കിങ് ആണോ വഴി തിരിച്ച് വിടുവാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്താ സംഭവം? വെള്ളപ്പൊക്കം വല്ലതാണോ? അല്ല, ഏതൊരു വണ്ടി അപ്സൈഡ് ഡൗൺ മറിഞ്ഞ് കിടക്കുകയാണ്. സ്റ്റോപ്പ്. എൻ്റെ ദൈവമേ, ആക്സിഡന്റാ. അയ്യോ, ആരും മറിഞ്ഞു കിടക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നോ, അവിടെ ഒരു വണ്ടി തലകുത്തനെ മറിഞ്ഞു കിടക്കുന്നു. ഉറങ്ങിപ്പോയി മറിഞ്ഞു പോയതായിരിക്കും. ദൈവമേ, അവിടെ എത്ര പോലീസുകാരാണെന്നറിയാം. എന്നിട്ട് വാണിംഗ് വെച്ചിരിക്കുന്നു, പതുക്കെ അവിടെ ആക്ഷൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇവിടെ എല്ലാം മറ്റ് വണ്ടികൾ, ഒരു വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രൊസീജിയേഴ്സ്. നമ്മുടെ വണ്ടി പറഞ്ഞാൽ നാട്ടുകാർ വന്ന് വണ്ടി എടുത്ത് മാറ്റി സൈഡിലിടും. എന്നിട്ട് അത് അവിടെ ഇടും. എന്തല്ലേ പ്രോട്ടോകോൾസും പരിപാടികളൊക്കെ. നേരെ ഉരുട്ടി. സമയം പോയിട്ട് 7:45 നേരെ ഉരുട്ടുന്നേ. നേരെ ഉരുട്ടോടുകൂടി എൻ്റെ ചില്ലയിലൊക്കെ മൊത്തം എന്തൊക്കെയോ വന്ന് വീട്. ഞാനിങ്ങനെ 130 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറൊക്കെ പോയാലായിരിക്കും ഒരു വണ്ടി കാണുക. മനസ്സിലായല്ലോ? ഇനി എനിക്ക് നേരെ പോകണം. ഞാൻ നേരത്തെ ഒരു സ്ഥലത്ത് ഗൂഗിൾ മാപ്പ് ഇട്ടത് കൊണ്ട് പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടും വഴി തെറ്റാനില്ല. റേഞ്ചില്ല. പിന്നെ അതിവിജനം എന്ന് പറഞ്ഞാൽ അതിവിജനം. ഇത് അരമണിക്കൂറൊക്കെ ട്രാവൽ ചെയ്താൽ ഒരു വണ്ടി കാണുള്ളൂ. എൻ്റെ ചില്ലൊക്കെ എന്തൊക്കെയോ പ്രാണികളൊക്കെ അടിച്ച് ഫുള്ള് പാടായി, മൊത്തമായി. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, രാത്രി ഡ്രൈവ് ചെയ്യാൻ പാടില്ല, പകല് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ അറിഞ്ഞില്ല ഇത്ര. അപ്പം അങ്ങനല്ല, ഞാൻ ഇത്രയും എന്താ പറയുക റിമോട്ടായിരിക്കും, ഇത്രയും വിജനമായിരിക്കും എന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പോകുന്ന പോക്ക് പോയി. എനിക്കിനി 75 കിലോമീറ്ററും കൂടെ ഉണ്ട് എത്താനായിട്ട്. 40 മിനിറ്റിൽ എത്തുമെന്നാണ് കാണിക്കുന്നത്. ഭയങ്കര പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാണല്ലോ, ഒരു മണിക്കൂറിന് മുകളിലായിട്ട് എനിക്ക് നെറ്റ്വർക്ക് ഇല്ല, റേഞ്ച് ഇല്ല. പിന്നെ ഒരു ഗ്രാമം കണ്ടില്ല, ഒരു സ്ഥലം കണ്ടില്ല. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം 150 കിലോമീറ്റർ ആയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കോട്ടൊരു വഴി പോലും തിരിഞ്ഞ് പോകുന്നതായിട്ട് കണ്ടില്ല. അത്രയ്ക്ക് വിജനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിജനം. ഇത് എത്ര ദൂരമാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് അറിയാമോ? ചെറിയ വഴിയാണ്. ഇപ്പോൾ ഇച്ചിരി ബമ്പി ആയിട്ടുണ്ട് റോഡ്. ഇത്ര നേരം നല്ല റോഡായിരുന്നു. ടോളില്ല, റോഡുകൾക്ക് ടോളില്ല. പിന്നെ ഒന്നുമില്ല, ലിറ്ററലി ലൈക്ക് ഇറ്റ്സ് കാട്. മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല. അതാണ് സംഭവം. നമ്മളിങ്ങനെ കുറേ ദൂരം ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ പോകുമ്പോഴായിരിക്കും ഒരു വണ്ടി കാണുക. ഞാനിവിടെ എത്തിയിട്ടാ, ഒരു കാട്ട പോലും ഇല്ല, ഒന്നുമില്ല, എല്ലാം അടച്ച്. നത്തിങ്. In 200 meters, turn left onto Chambers Drive. ഒരു പമ്പ് പോലും ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഇച്ചിരി വെള്ളം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതുപോലും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി. ഗോവിന്ദ ആകുമോ? അച്യുതിൻ്റെ വീട്ടിൽ വെള്ളം ഉണ്ടാവും, എടുത്തോണ്ട് പോകും. ഞാൻ ഓൾമോസ്റ്റ് കാതറിനെത്തി. ഇനി ഒരു 10 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഞാൻ 315 കിലോമീറ്റർ ഉണ്ടായിരുന്നു മൊത്തം. അത് നമ്മൾ ഏകദേശം ഒരു കറക്റ്റ് 3 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. നല്ല പടമടക്കുമായിരുന്നു. 160 വരെയൊക്കെ കയറിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ കാതറിനെത്തുന്നു. അപ്പോൾ ഈ ഒരു 3 മണിക്കൂറിനിടയ്ക്ക് അവിടുത്തെ ഡാർവിൻ സിറ്റി ലിമിറ്റ് വിട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ആകെ ഒരു 100 വണ്ടി കണ്ടിട്ടുണ്ടാവും മാക്സിമം. എതിരെ വരുന്നതും ഞാൻ കടന്നു പോയതും ഒക്കെ ആയിട്ട് ഞാനൊരു 10-20 വണ്ടിയെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നെ ഇതുവരെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ കണ്ടില്ല. അതായിരുന്നു ഈ ഒരു ഡ്രൈവിൻ്റെ ഫൺ എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ ക്യാദറിന് എത്തിയപ്പോഴത്തേക്കിന് സ്പീഡ് കുറഞ്ഞ് എത്ര 100 ആയിട്ടുണ്ട്. അപ്പോൾ 300 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ടൗണാണ് നമ്മളിപ്പം. അപ്പോൾ ഇവിടെയാണ് ബേസിക്കലി ഹോസ്പിറ്റൽസ്, പെട്രോൾ പമ്പ്, പിന്നെ പോലീസ് സ്റ്റേഷന്, പിന്നെ ബേസിക് എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക ഇവിടെയായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഓസ്ട്രേലിയ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോളോവർ ഇവിടെ ഉണ്ട്, ഒരു പയ്യൻ, അച്യുത്ത് എന്നാ പേര്, അച്യുത്ത്, കോഴിക്കോട് തന്നെ. അപ്പോൾ ഞാനിപ്പം ഡാർവിൻ വരുന്ന കണ്ടപ്പോഴത്തേക്കിനും ഈ മെസ്സേജ് മീ ആൻഡ് സോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞു. സോ ഇവിടെ ഒരു മോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ ബി സ്റ്റേയിങ് ദേർ.